സോളമനിച്ചാൻ പോയില്ലേ? ഇല്ല, പുള്ളിയുടെ സ്വഭാവത്തിന് ഇന്നലെ വെളുപ്പിനെ സ്ഥലം വിടേണ്ടതാ. ആന്റണി ഉള്ളതുകൊണ്ടായിരിക്കും. എന്നിട്ട് എവിടെ കക്ഷി? ഉറക്കവാ, ഊണും കഴിഞ്ഞ് കിടന്നതാ. ഇതാ ഉറക്കമാണെന്ന് പറഞ്ഞിട്ട് അല്ലേ? നല്ല ഉറക്കം കിട്ടിയതാ. അപ്പോഴാ അപ്പുറത്ത് പടക്കം പൊട്ടാൻ തുടങ്ങിയത്. ഈ പെണ്ണ് ഒറ്റയ്ക്കാന്നോ ഈ വീട്ടിലെ പണി മുഴുവൻ എടുക്കുന്നത്? എപ്പോ നോക്കിയാൽ എന്തെങ്കിലും ഒരു... ഓ, അപ്പൊ എപ്പോഴും അത് നോക്കിക്കൊണ്ടിരിക്കായിരുന്നോ? ആ, അതാ പോവാഞ്ഞത്. ഓടാ, ഞാൻ ഒരു ചായ അടിച്ച് ഇതൊക്കെ മാറ്റിയിട്ടിങ് വരാം. സോഫിയ കാരോ, പോൾ പൈലോക്കാരൻ. യെസ്. എന്താ ഇത്? അവർ ഇന്റർവ്യൂ കാർഡ് അയച്ചു എന്നാണോ പറയുന്നത്? പിന്നെ എങ്ങനെയാ കിട്ടാതെ പോകുന്നത്? രജിസ്റ്റേർഡ് ആയിട്ട് അയച്ചു എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. ഇന്റർവ്യൂ കഴിഞ്ഞ 14-ാം തീയതി കഴിഞ്ഞു. ഇന്നിപ്പോ തീയതി 27. ഇന്റർവ്യൂ 14-ായിരിക്കുമെന്ന് അവര് നേരത്തെ പറഞ്ഞിരുന്നു. ഉണ്ടെന്നോ ഇല്ലെന്നോ മറുപടി കാണാഞ്ഞപ്പോ ഞാൻ രണ്ടാമതും കമ്പനിക്ക് എഴുതി. അതിനുള്ള മറുപടി ഏത്? അവരെനിക്ക് കാർഡ് അയച്ചിരുന്നു. അതിവിടെ ആരും ഒപ്പിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ ആരാ അത് വാങ്ങിക്കുക? ഡാഡി അല്ലതാരാ? ഞാൻ ചോദിക്കാം. ഓ, ചോദിക്കുന്നു. ഇതിപ്പോ ആദ്യത്തെ തവണയൊന്നും അല്ലല്ലോ. മുമ്പൊരിക്കൽ ഇതുപോലെ ഒരു ഇന്റർവ്യൂ കാർഡ് വന്നിട്ട് എന്നെ അറിയിക്കാതെ. അതന്ന് ഡാഡിയുടെ കയ്യിൽ പോവാൻ കാശില്ലാത്തതുകൊണ്ട് ഒരു ഇന്റർവ്യൂവിന് പോയിട്ട് വരാനുള്ള കാശൊക്കെ ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുമുണ്ട്. പുള്ളി വരട്ടെ, ഞാൻ ചോദിക്കാം. ഞാൻ എന്ന് ഇവിടെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ടോണം, അത്രേ ഉള്ളൂ. മതിയാക്കിയില്ലേ? പോയോ? അങ്ങോട്ട് മാത്രമേ ഉള്ളൂ ഏറ്, അതിങ്ങോട്ടും ഉണ്ടോ? ഏറും തൊഴിയൊന്നും ഇല്ല. അവള് സ്മൂത്ത് ആയിട്ടും കയറിപ്പോയി. ഇതങ്ങനത്തെ ഇനമാ. ഇളയതിന് പിന്നെ ഒരു അലുവൊക്കെ ഉണ്ട്. ഇന്ന് പോണില്ലല്ലോ? ഇല്ല, നാളെ ഉള്ളൂ. എന്താ പേര്? ഒരു റൗണ്ട് നോക്കുന്നോ? ഇല്ല. ഈ തടിയൊന്നും പറഞ്ഞു കിട്ടും. അവനോണ്ട് തടി കൂടാണ്ട് നോക്കിക്കൊണ്ടാ മതി. ഈ കൊച്ചിന് ചില നേരത്ത്
അമ്മ അമ്മ ഒരു കൈ നോക്കുന്നോ? വേണ്ട, ഇറങ്ങോ അമ്മ. ഇപ്പോഴേ കാലേ നീരാ. അതിന്റെ കൂടെ കിടന്ന് ചാടുകയും കൂടെ ചെയ്ത കേമോ ആയിരിക്കും. നീരങ്ങ് പോവും. എന്നെ കൊണ്ട് വയ്യ. ഈ 4 പേര് കളിക്കേണ്ട കോട്ട മാച്ച് അവിടെ കിടപ്പുണ്ട്. 2 പേരും ഓരോന്ന് എടുത്തിട്ട് ഇറങ്ങിയാ മതി. ഒന്ന് വാന്നേ. അത്ര അത്യാവശ്യമാണെങ്കിൽ ആ കൊച്ചുങ്ങളെ ഇങ്ങോട്ട് വിളിച്ചൂടെ? രണ്ടും നല്ല അസല പ്ലേയേഴ്സാ. റിയലി? ആ ആന്റണിയൊക്കെ അവര് പറപ്പിക്കും. എന്നെ പറപ്പിക്കും. പിന്നെ ഇല്ല, കണ്ടിട്ടുള്ളതാണല്ലോ. വാ ചേച്ചി, പ്ലീസ്. എലിസബത്ത് എന്നല്ലേ പേര്? ഐ എം സോളമൻ മത്തായി. ഹലോ. സോഫിയ, കരുതി നിന്നോണം. സകല പോളുണ്ട് ഈ സോളമിച്ചാന്റെ കയ്യില്. പോടാ. മതി കളിച്ചത്. വരുന്നില്ലേ ഈ ഡാഡി? നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ആ അവിടെ വെച്ചേ. എന്നാ ഇത് സോഫിയെ കൊള്ളല്ലേ? അല്ല, നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. ആ കാർഡ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയായിരുന്നു. ഏത് കാർഡ്? അവര് സോഫിയ ഇന്റർവ്യൂവിന് വിളിച്ചോണ്ട് അയച്ച കാർഡ്. ആ ഏതാണ്ടെന്ന് കണ്ട്. എന്നിട്ടുണ്ട് അവളെ അത് കാണിക്കാഞ്ഞത്. കാണിച്ചാ ഉടനെ പിന്നെ അതിന് പോണെന്ന് പറഞ്ഞു തുടങ്ങും. കൊണ്ടുപോകണം. നിങ്ങൾക്ക് വയ്യെങ്കിൽ ഞാൻ കൊണ്ടുപോകും. അങ്ങ് കൊണ്ടുവന്നാ മതി, ഉടനെ എടുക്കും. അത് പോയാലല്ലേ അറിയാൻ പറ്റൂ. കൊണ്ടുപോയിട്ടുള്ളതാണല്ലോ, എടുക്കുകയും ചെയ്തല്ലോ. ഒരു ഇന്റർവ്യൂവിന് കൊണ്ടുപോയി എല്ലാരെയും ചെല്ലുന്ന എല്ലാ ഇന്റർവ്യൂവിനും അങ്ങ് സെലക്ട് ചെയ്യുക. അങ്ങനെയാണോ പതിവ്? ആ കളാ, ഏതാണ്ട് ഡേറ്റ് കഴിഞ്ഞില്ലേ? നിങ്ങൾക്ക് അങ്ങനെ പറയാം. അവളൊന്ന് ഒരുപാട് കരഞ്ഞു. എന്തിനാ? നിന്നെ കളക്ടർ ഉദ്യോഗം പറ്റുവാണോ അങ്ങ് നഷ്ടപ്പെട്ടെന്ന് പറയാൻ? അറ്റൻഡറുടെ പണിക്കാരി അവൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് നിനക്കറിയാവോ? എന്ത് ജോലിയോ ആവട്ടെ, അവൾക്ക് ചെയ്യാമെന്ന് തോന്നിയോണ്ടല്ലേ അവൾ അപ്ലൈ ചെയ്തത്. എല്ലാ ജോലിയും ഒരുപോലെ. എല്ലാ ജോലിയും ഒരുപോലല്ല. എന്റെ പിള്ളേരെ കണ്ടവന്മാരുടെ ഓഫീസിൽ അറ്റൻഡർ പണിക്ക് അയക്കാൻ എനിക്ക് മനസ്സില്ല. അത്ര ഗതികേട് എനിക്ക് വന്നിട്ടില്ല. ആലോചിച്ചു തന്നെയാ ഞാൻ ആ കാർഡ് കീറി കളഞ്ഞത്. 10ാം ക്ലാസ്സുകാരിക്ക് ഇതൊക്കെ അല്ലാതെ പിന്നെ എന്ത് പണിക്കാരി അപ്ലൈ ചെയ്യാൻ ഒക്കുന്നത്? എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒരു പണി ചെയ്ത് ജീവിക്കാന്ന് വെച്ചാ അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ പോയി എന്തെങ്കിലും ഒക്കെ ചെയ്ത് ഇപ്പൊ ജീവിക്കണ്ട. ഞാൻ ഉള്ളപ്പോ നടക്കില്ല. വേണ്ട, എന്നും ഞാനിവിടെ ഇങ്ങനെ. പോട്ടെ മോനെ, ഇനി അവസരം വരുമല്ലോ. അവസരം എന്നാണ് നോക്കുന്നേ? കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു പകരം ഞാൻ ഏതാണ്ട് വലിയ തെറ്റ് ചെയ്ത് മറ്റിലാക്കി എടുക്കണോ? നീയാ ഇവിടെ കൂടെ ഇല്ലാതാക്കുന്നത്. പെണ്ണിനെ തരക്കേടില്ലാത്ത ഏതെങ്കിലും ഒരുത്തനോട് പറഞ്ഞുവിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കിടന്ന് അധ്വാനിക്കുമ്പോ അവക്ക് എങ്ങനെയെങ്കിലും അവളെ അങ്ങ് പറഞ്ഞു വിട്ടാ മതി. പല തൂപ്പുകാരിയായിട്ടോ അറ്റൻഡർ ആയിട്ടോ ആയിട്ടോ പലവന്റെ വീട്ടിലെ ജോലിക്കാരിയായിട്ടോ എന്തായാലും കുഴപ്പമില്ല. ലെഡി
എടി മോളെ എലിസബത്തെ, എലിസബത്തെ ഓ ഇങ്ങോട്ടൊന്ന് വന്നേടി. മോളെ, എടി മോളെ, നിന്നോട് നിന്റെ ചേച്ചി എന്തോ പറഞ്ഞത്? ചേച്ചിക്ക് സങ്കടമുണ്ട്. ആ ഡാഡി ആ കാർഡ് കീറിക്കളഞ്ഞതിൽ. എടി അവക്ക് വട്ട്. ഞാൻ പറഞ്ഞാട്ട് നീ അവളോട് എന്ന് പറ അവക്ക് വട്ടാണെന്ന്, കേട്ടോ? നിങ്ങളെ രണ്ടിനെയും നല്ല രീതിയിൽ അയച്ചു കണ്ടിട്ട് കണ്ണടയ്ക്കാൻ വേണ്ടിട്ടാ ഞാൻ ഈ പൊരിവേലത്ത് കിടന്ന് പാളം മുറുക്കുന്നതും റെയിൽ നിരത്തുന്നതെല്ലാം. മനസ്സിലായോ? അല്ല, നിങ്ങളെ നിങ്ങൾക്ക് തോന്നിയ വഴിക്ക് വിടാൻ വേണ്ടിട്ടല്ല ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. അങ്ങനെ ഞാൻ വിടുമെന്ന് വിചാരിച്ചെങ്കിൽ അത് അവക്ക് പറ്റിയ മണ്ടത്തരം. നീ അത് അവളോട് പറഞ്ഞ് മനസ്സിലാക്കണം. ഏത്? നിന്നോട് എനിക്ക് കാര്യമായിട്ട് പറയാനുള്ള ഒരു സംഗതി, നീ അവളെ കണ്ടു പഠിക്കരുത്. അവളുടേത് മാതിരി തോന്നിയാസങ്ങൾ കാട്ടാൻ തുടങ്ങരുത്. നിന്റെ അമ്മച്ചിക്ക് എന്നുവരെ അടി നൈറ്റ് ഡ്യൂട്ടി? 31st വരെ. 31st വരെ. അപ്പൊ അത് കഴിഞ്ഞാ ഡേ ഡ്യൂട്ടി. ആ നീ എവിടെയായി പോകാൻ തുടങ്ങുന്നേ? എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഡാഡി. നാളെ ഒരു ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റ് ഉണ്ടോ? എങ്കിൽ പോരുന്ന് പഠിക്ക്. എന്നാ പിന്നെ നേരത്തെ നിനക്കിത് പറഞ്ഞുകൂടായിരുന്നോ? ചെല്ലിയല്ലേ. എന്റെ മോള് വൃത്തിയായിട്ട് പഠിച്ച് ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് മേടിക്കണം. മെടുക്കിയായിട്ട് മാർക്ക് മേടിക്കണം. ഇത് അതിശയമാണല്ലോ. അല്ല, സാധാരണ പാതിരാക്കി വന്നിട്ട് വെളുപ്പിനെ സ്ഥലം വിടുന്ന ആള് കാലത്തെ വന്നപ്പോ ഇവനിവിടെ കിടക്കുന്ന കണ്ട് സത്യത്തിൽ ഞാൻ അതിശയിച്ചു. ഇതെന്താ ഇങ്ങനെ പതിവില്ലാതെ എന്ന് മനസ്സിൽ പറയുകയും ചെയ്തു. ഏതായാലും റീത്ത ഭാവിക്ക് സന്തോഷമായി. ഇത്തവണ ആന്റണി ഉള്ളതുകൊണ്ടേ. അത് നേരെ. ആ കുഞ്ഞിന് ഇപ്പോഴാ ഒരു ജീവൻ വെക്കുന്നത്. നമുക്കും ഇനിയിപ്പോ വന്നാലൊന്നും മിണ്ടാനും ഉരിയാടാനും ഒരാളായി. ഇന്നു മുതൽ ഇവൻ നിനക്ക്. നമ്മുടെ പഴയ വാഹനമാ. ഇപ്പോഴൊന്ന് ഓയിലിട്ട് എടുത്താൽ ഏത് റാലിക്കും ധൈര്യമായിട്ട് കൊണ്ടുപോവാം. താങ്ക്സ്. ഒന്ന് ചവിട്ടി നോക്ക്. ഏയ്, നോക്കാനൊന്നുമില്ല. ആഹാ, കൊച്ചു കോളടിച്ചല്ലോ. അങ്ങനെയാ കൊള്ളാവുന്ന കസിന്മാരുണ്ടെങ്കിൽ. മൂക്കും കുത്തി വീഴല്ലേ അഭ്യാസം കാണിച്ചിട്ട്. മതി മതി. ഹായ്. അവന് കൊടുത്തു. നന്നായി. വണ്ടിക്ക് ഒരുപാട് കാലത്തിന് ശേഷം ഒരു അവകാശം വന്നു. ദാ, ഇന്ന് മുതൽ ബസ്സിൽ പോക്ക് നിർത്തി. സൂക്ഷിച്ചേ പോകാവൂ. എനിക്ക് ഇവിടുത്തെ ട്രാഫിക് പേടിയാ. അതൊക്കെ അവൻ എക്സ്പേർട്ട് അല്ലേ മമ്മ. മാവേലിക്കര ഭാഗത്തൊക്കെ ഇവന് സൈക്കിളജ്ഞമായിരുന്നു പണി. ബസ്സിൽ പോക്ക് നിൽക്കുമ്പോ എന്താ മേരി? അതോ, ബസ്സിൽ പോക്കിലൊരു കൂട്ടി കിട്ടി വരുമായിരുന്നു കൊച്ചിന്. സൈക്കിളിലാവുമ്പോ ആ കൂട്ടങ്ങ് പോകും. അതെന്താ ഈ കൂട്ട്? അപ്പുറത്തെ ഇളയ കൊച്ചും ഈ കൊച്ചിന്റെ ബസ്സല്ല പോക്ക്. അതിന് രണ്ടും രണ്ട് കോളയിലാണല്ലോ. ആ, എന്നാലും കൊറേ വഴി ഒന്നിച്ചാ. ഈ മേരിക്ക് വട്ട വെച്ചായ വേറൊരു കൂട്ടും കൂടെ ആവുന്ന കോള് കാണുന്നുണ്ട്. പക്ഷെ നല്ല ഒച്ച അത്. എനിക്കിഷ്ടമാ. ആ ഇളയതിനെ പോലല്ല. നല്ല അടക്കവും ഒതുക്കവും. എന്തോ നിങ്ങൾ ഈ പറയുന്നത്? ആരെ പറ്റിയ ഇത്? കൊച്ചിന്നും പോവുകയല്ലോ. പിന്നെ പോണം. പോവും. കാണാം നമുക്ക്. ആശാരിപ്പണി അറിയാലോ. കയ്യിൽ അടി വീഴണ്ട. ഇന്നലെ എന്തായിരുന്നു കൺഫ്യൂഷൻ ആ ഒരു ലെറ്ററിന്റെ? ഒന്നുമില്ല. ഒന്നുമില്ലാന്നല്ല, എന്തോ ഉണ്ട്. എന്തായിരുന്നു ആ ലെറ്റർ? ഡാഡി വന്നതിന് ശേഷം അതിനെപ്പറ്റി സംസാരം കേട്ടല്ലോ. ഒന്നുമില്ല. സോഫിയ ഏത് ക്ലാസ് വരെ പഠിച്ചു? 10 വരെ.
10 വരെ പഠിച്ചുള്ളൂ? ഉം. അതെന്ത് പറ്റി, തോറ്റുപോയോ? ഇല്ല, ക്ലാസ്സും ഉണ്ടായിരുന്നു. പിന്നെ? പഠിച്ചില്ല, പഠിപ്പിച്ചില്ല. പക്ഷെ എലിസബത്തിനെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. സോഫിയക്ക് എപ്പോഴും എന്തെങ്കിലും പണിയല്ലേ? എന്റെ സ്വഭാവം ഏതാണ്ട് ഇത് തന്നെ. വെറുതെ ഇരിക്കാൻ വലിയ പ്രയാസ. റീതാമാവി പറയാറുണ്ട്. ഓ, അപ്പൊ സോഫിയ എടുത്തുണ്ടോ മോനെ പറ്റിയുള്ള വധം? മമ്മ പറയുന്നേ പാതിയേ നേരുള്ളൂ, ബാക്കി മുഴുവൻ നുണയാ. എന്നാ പോണേ? ഞാൻ മിക്കവാറും ഇന്ന്. അവിടെ വൈൻയാർഡ്സ്? ആ, സോഫിയ കണ്ടിട്ടുണ്ടോ മുന്തിരിത്തോട്ടങ്ങൾ? ഇല്ല. പഴയ സോളമൻ രാജാവിന്റെ മുന്തിരിത്തോട്ടങ്ങളെ പറ്റി ബൈബിളിൽ വായിച്ചിട്ടുണ്ട്. പുതിയ സോളമന്റെ തോട്ടങ്ങൾ അതിനേക്കാളും ബെറ്ററാ. ഒരു ദിവസം സോഫിയെ ഞാൻ അവിടെ കൊണ്ടുപോവാ. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു പ്ലഷർ ട്രിപ്പ്. എലിസബത്തും ആന്റണിയും മമ്മയും മേരിയും സോഫിയയുടെ അമ്മച്ചിയും. എനിക്ക് കാണുന്നുണ്ട്. എങ്കിൽ കൊണ്ടുപോണ കാര്യം ഞാൻ ഏറ്റു. ശലമോന്റെ സോങ് ഓഫ് സോങ്സിൽ പറയുന്ന പോലെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളി തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തുവോ നോക്കാം. അതിന്റെ അടുത്ത ലൈൻ എന്താണെന്നറിയാം? ഉം. അല്ലേ, വേണ്ട. പറയൂ. പോയി ബൈബിൾ എടുത്ത് വെച്ച് നോക്ക്. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതള നാരകം പൂക്കുകയും ചെയ്തുവോ എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും. അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും. മാർക്കറ്റിലേക്കാ? ആ, ഞാൻ കൊണ്ടുപോവാ. സോഫിയ മൈസൂരിൽ വന്നിട്ട് എവിടെയൊക്കെ പോയി? എങ്ങും പോയില്ല. എങ്ങും? ഉം. എങ്കി വാ, ഒരു അരമണിക്കൂർ കൊണ്ട് ഞാൻ കുറച്ച് സ്ഥലമൊക്കെ കാണിച്ചു തരാം. കൂട്ടത്തിൽ മാർക്കറ്റിലും കയറാം. പിന്നെ അതിന്റെ അടുത്ത ലൈൻ വായിച്ചോ? വായിച്ചു. എന്നിട്ട് ഒന്നുമില്ല. വരൂ. ആ ബാങ്ക് തരൂ. കം, അവിടെ ചവിട്ടിട്ട്